പ്രിയ സ്വപ്നം തേങ്ങാ തിരിങ്ങാണോ? ഇപ്പോഴും കൈ കൊണ്ട് തന്നെ തിരിങ്ങണമല്ലേ? ഒന്ന് തിരിഞ്ഞ തേങ്ങാ തിരിങ്ങുന്നതിൻ്റെ ആ താളം ഒന്ന് കാണട്ടെ. ആ തേങ്ങാ തിരിങ്ങുന്നതിൻ്റെ ഒരു പഴയ താളം ആ കണ്ടാണ്ട് ആ സ്പീഡുണ്ട്. തേങ്ങ തന്നെയാണോ തിരിങ്ങുന്നത്? പേരെന്തായാലും 95-76 കൂടെ കൂട്ടിയാത്ത കിട്ടും. ബില്ലിലിരിക്കുകയാണ് അവിടെ, ക്യാഷ് കൗണ്ടറിലാണ് ഇരിക്കുന്നത്. ഇത് കൂട്ടാൻ പറഞ്ഞാൽ 4 പ്രാവശ്യം കൂട്ടിയിട്ട് തെറ്റിച്ചിട്ട് നിങ്ങൾ കൂട്ടി പറയാൻ പറയും. ഞങ്ങൾ ദോശയും പുട്ടൊക്കെ കഴിച്ചിട്ട് കൂട്ടാൻ പറഞ്ഞു കൈ കൊണ്ട് കൂട്ടി കാൽക്കുലേറ്ററിന്റെ കൂട്ടി തെറ്റിട്ട് പറഞ്ഞു നിങ്ങൾ കൂട്ടി പറയാം. ചുമ്മാ പറഞ്ഞാണ് അവര് പറഞ്ഞെല്ലാം കറക്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു വനിതാ ഹോട്ടലുണ്ട്. ഈ തലശ്ശേരി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പല സ്ഥലങ്ങളിൽ നമ്മൾ വനിതാ ഹോട്ടൽ കണ്ടിട്ടുണ്ട്. വനിതകൾ മാത്രം നടത്തുന്ന കുടുംബശ്രീ കൂട്ടായ്മകൾ നടത്തുന്ന ഹോട്ടലുകൾ, അത്തരത്തിലൊരു ഹോട്ടൽ. എപ്പോഴും നമ്മൾ സ്ത്രീകൾ നടത്തുന്നതാകുമ്പോഴത്തേക്ക് രുചി ഉണ്ടാകും, വലിയ അഴിമതിയൊന്നും കാണത്തില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു വിശ്വാസം. നമ്മൾ അങ്ങനെ അവിടെ കയറുകയാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ടെന്നും കൂടെ ഒരു കേൾവിയുണ്ട്, അതും കൂടെ നമുക്കൊന്ന് അറിയണം. എന്നെ അറിയാമോ? അറിയത്തില്ല, ഞാൻ പോട്ടെ. ആണോ? സീരിയൽ കണ്ടില്ലേലും എന്നെ കാണാണല്ലോ സാധാരണ. ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ചോറ് പോവാണ്. ചോറാണോ ഇത്? ചോറാണോ? കഞ്ഞിയാ? ആര്? ഞാനോ? പാത്താത്തി കഞ്ഞിയാണോ? അത് ശരി. നമ്മൾ വന്നപ്പോൾ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞപ്പോഴേ കൂമ്പരിയാന്നോ? അരിഞ്ഞരിഞ്ഞ് കൂമ്പ് പാടി പോരുത്. ഒരു ദിവസം എത്ര കൂമ്പരിയും? കിട്ടുന്ന എല്ലാം അരിഞ്ഞു മാറ്റും. എത്ര കൊണ്ട് തരുന്നു അത്ര എല്ലാം അരിഞ്ഞു മാറ്റും. ഈ പാത്രം നിറയുന്ന വരെ കാര്യമുള്ളൂ. മിച്ചം മാറ്റി വയ്ക്കും. ഇതൊക്കെ എവിടെ നിൽക്കും? നാട്ടിൽ തന്നെയാണോ? ഇത് നാണിയമ്മയുടെ പേരെന്തോ? പുഷ്പേ? അതോ ലിസിയ? മുട്ടക്കറിയാണോ? പുട്ട് ചുട്ട് കയറുന്നോ? അല്ല, പുട്ട് വേവിച്ച് കയറുന്നോ? അടുക്കളയിട്ട് വരാം. അടുക്കള കുഴപ്പമില്ലല്ലോ. നമ്മൾ ഈ എവിടെ ചെന്നാലും അടുക്കള കയറാൻ ചില പറഞ്ഞുകൾ ഉള്ളതുകൊണ്ട് അല്ല മത്തിയൊക്കെ രാവിലെ കഞ്ഞി മത്തിയും കൂടാണോ? കഞ്ഞിയും മത്തിയും തോരനും കൂടാണല്ലേ? എപ്പോൾ റെഡിയാവും? 10 മണി. അപ്പോൾ 10 മണിയാകുമ്പോൾ വന്നൊരു കഞ്ഞിയും മത്തിയും തോരനും കൂടെ കഴിക്കും. ഇത് നാടൻ മത്തി ഇവിടുത്തെ അല്ലേ? അടിപൊളി. അത് ഇത് വെച്ച് വറക്കാൻ വേണ്ടി വെച്ചിരിക്കുക. എന്താ കൊതി ഊറുന്നുണ്ടോ? എനിക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്ന് കഴിക്കാം. സൂക്ഷിച്ചൊക്കെ എടുക്കണേ. ഞങ്ങളൊക്കെ വന്ന് കഴിക്കേണ്ടതാണ്. നിങ്ങൾ വനിതകളാണ് ഹോട്ടൽ നടത്തുന്നതെങ്കിലും കഴിക്കാൻ വരുന്നതൊക്കെ പുരുഷന്മാരാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട്. എൻ്റെ പേരെന്ത് വരും? സുലേന, KPC സുലേന. ഇനി നമുക്ക് വേറെ 2-3 സ്ത്രീകളും കൂടെ ഇവിടെ ഉണ്ട്. എന്താ പേര്? എവിടെ വന്നു? പിണങ്ങി പോകണം? അല്ല, ആ ഒരു സൈഡിലോട്ട് ചെല്ലുമ്പോൾ അങ്ങ് മാറിപ്പോകണം. സവാള അരിയുന്ന ആ യുവതി ഒന്ന് കാണാം. സവാളയൊക്കെ കഴിയിട്ടൊക്കെ തന്നെ അരിയുന്നത്. എൻ്റെ പേരെന്ത്? സുമി. സവാള അരിയിലാണ് ഇവിടുത്തെ പ്രധാന സവാള അരിയിൽ നമ്മളാണോ? മെയിൻ സവാള അരിയുന്ന ആളാണ്. ക്യാഷ് കൗണ്ടറിൽ ആളുടെ പേരെന്താ? അല്ല, അതാണ് പ്രധാനം അറിയേണ്ടത്. കണക്കറിഞ്ഞു വിടാത്ത ക്യാഷ് കൗണ്ടറിൽ. അപ്പൊ പേരെന്താ? ബീന. അപ്പൊ നിങ്ങളെല്ലാരും കൂടെ അപ്പൊ ഈ അങ്ങോട്ട് മാറി മാറിയല്ല എല്ലാ പണി ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നു. ഇന്ത്യൻ കോഫി ഹൗസ് പോലെ എല്ലാവരും നമുക്ക് പ്രത്യേക പോസ്റ്റും പ്രത്യേക സ്ഥാനങ്ങളൊന്നുമില്ല. നമ്മളെല്ലാം എല്ലാവരും ഒരുപോലെ. നിങ്ങളെല്ലാം കുടുംബശ്രീയാണ്? നിങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ടോ? ഇല്ല, ഇതുവരെ 5 വർഷമായി. 5 വർഷമായി തുടങ്ങിയിട്ട് സിയോ അതെന്തോന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബേക്കറി ആയിട്ട് സംരംഭം തുടങ്ങിയതാണ്. അപ്പൊ അതിലും വലിയ മെച്ചം തോന്നാതെ ഞങ്ങൾ ഇതിലേക്ക് മാറി. ആ പേര് മാറ്റാൻ പറ്റൂല, റെക്കോർഡിക്കൽ അതായി പോയില്ലേ. ലൈസൻസിലും സ്വീറ്റ് സ്പോട്ട് മധുരം കിട്ടുന്ന സ്ഥലം. മൊത്തം എരിയായിരുന്നു നമ്മൾ കഴിച്ചത്. സ്വീറ്റ് സ്പോട്ട് എന്നാണ് പേര്. എരി സ്പോട്ട് മാറ്റിയാൽ കുഴപ്പമില്ല. ഇല്ല, അങ്ങനെ ആവശ്യമില്ല. കുഴപ്പമില്ല, നല്ല സ്പൈസ് സ്പോട്ട് എന്നാക്കിയാൽ മതി.
അപ്പം ഞങ്ങൾ ഈ വരുന്ന ഒരുപാട് വനിതാ ഹോട്ടലുകൾ കൂട്ടായ്മകൾ കണ്ട് ഇവിടെ. നിങ്ങൾ ജോലി ചെയ്യുന്നതിലും അധ്വാനിക്കുന്നതിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷം. അത് കണ്ടപ്പോൾ ഒരു സന്തോഷത്തിൽ കയറിയതാണ്. കണക്കേറ്റാതെ അവിടെ പോയെന്ന് കൂട്ടും. എന്തൊക്കെയാണ് ഇവിടെ ഭക്ഷണമുള്ളത്? രാവിലെ ദോശ, പുട്ട്, ഇഡലി, അപ്പം, പൊറോട്ട, ഇവിടുത്തെ കഞ്ഞിയും കഞ്ഞി, കപ്പ, മീൻ വറുത്തത്. ഞങ്ങളുടെ ഉച്ചയൂണാണ്. എൻ്റെ കൂടെ വേറെ എന്തെങ്കിലും തോരൻ, ഉച്ചയൂണാണ് പ്രധാനം. എല്ലാവരും വന്ന് കഴിക്കുന്നത്. ആണോ? ഉച്ചയ്ക്ക് എന്തൊക്കെയാണ്? ഉച്ചയ്ക്ക് സാമ്പാർ, ഒരു മീൻകറി. സാമ്പാർ എല്ലാവരും കാണും. അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കറി, തോരൻ, പിന്നെ വേറൊരു സൈഡ് കറി, അച്ചാർ. എന്തായാലും ഗംഭീരമായിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. ഞങ്ങൾ കഞ്ഞി ഒന്ന് കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ പണി നടക്കട്ടെ അല്ലേ? നമ്മുടെ സംസാരിക്കുന്നതിൽ ഇവിടെ പണി നടക്കുന്നുണ്ട്. അത് ചെയ്യാനില്ല. അതിൻ്റെ വീട് കണ്ടായിരുന്നല്ലോ അല്ലേ? മത്തി തിരിച്ചിട്ടപ്പോൾ അത് കിടന്ന് ഗംഭീരമായിട്ട് കിടന്ന് എരിപിരി കൊള്ളുന്നുണ്ട്. നല്ല ജിഗണ്ടൻ മത്തി വറുത്തത് റെഡിയാകും. നമ്മൾ കഞ്ഞിയും മത്തി വറുത്തൂടെ പിന്നെ കഴിയും. അങ്ങനെ കൊട്ടിയൂരമ്പലത്തിൽ വന്നപ്പോൾ തൊട്ടടുത്ത സ്ഥലമായ നീണ്ടുനോക്കിയിൽ ഉള്ള വനിതകൾ നടത്തുന്ന വനിതാ ഹോട്ടലിൽ കയറി അവിടുത്തെ രുചി വൈവിധ്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിനോടൊപ്പം ഞാൻ നയത്തിൽ ആ ഫോണൊന്ന് വാങ്ങിച്ച് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു. കാരണം ടെലിവിഷനിൽ അവർ നമ്മളെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് യൂട്യൂബിലൂടെയെങ്കിലും നമ്മളെ അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ഫോൺ വാങ്ങിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ളവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കാം. ഈ വനിതകൾ അവരവരുടെ ജോലികൾ ചെയ്യുന്നതിനിടയിൽ സമയം കിട്ടാറില്ല. എങ്ങനെയും ജോലി ചെയ്ത് അവരവരുടെ വരുമാനം കണ്ടെത്തി കുടുംബവും നോക്കുന്ന ഇവരെ പോലുള്ള സ്ത്രീകളാണ് സമൂഹത്തിൻ്റെ ശക്തി. അവരെ പോലുള്ളവർ ഇനിയും ധാരാളം പേർ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അവരോടുള്ള ബഹുമാനം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എന്നാൽ നമ്മുടെ കാര്യം നടക്കണമല്ലോ. കാര്യങ്ങളെല്ലാം വിശദമാക്കി കൊടുത്തു. അവരുടെ ടി വിയിൽ മൊബൈലിൽ അവർ നമ്മളെ തുടർന്ന് കണ്ടോളും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് തയ്യാറാകുന്നു. ഇനി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇനി അറിയാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് വരും. ഒരു 4-5 ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ കാണാം. എല്ലാവരുടെയും ഫോൺ എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സുനിയും, സിന്ധുവും, ബീനയും, ലിസിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓ, സുലോചന, പുഷ്പയുടെ മുഖം ഇപ്പോഴല്ലേ കണ്ടത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണും. കൊട്ടിയൂർ അമ്പലത്തിൽ വന്ന് കണ്ട് നിങ്ങളെയാണ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. മത്തി തന്നെയല്ലേ ഇത്? സാധാരണ ഇതിൽ എത്ര എണ്ണമാണ് കൊടുക്കുന്നത്? ഇത്ര ഐറ്റത്തിനോട് എത്ര രൂപ വാങ്ങിക്കും? ഈ കഞ്ഞി, ഈ തോരൻ? വെച്ച് ഇതിപ്പോൾ 40 രൂപയായി. നാടൻ ഭക്ഷണങ്ങളോട് പണ്ടേ എനിക്കൊരു പ്രതിപത്യമുണ്ട്. അതുകൊണ്ട് കഞ്ഞി, തോരൻ, ചമ്മന്തി, പപ്പട്സ്, മത്തി വറുത്തത്, ഇനി എന്തോ ഒരു കപ്പയും കൂടെ വരാനുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പിടിച്ച് കഴിഞ്ഞാൽ അതന്നെ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊരു പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരോഗ്യം കുറച്ച് കാലം പിടിച്ചു നിർത്താൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ വനിതാ ഹോട്ടലിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് സ്ട്രീറ്റ് സ്പോട്ട്സ്. ഇതാണ് കപ്പ. മോരുണ്ട് ഇതിനകത്ത്. അത് ശരി, അടിപൊളി. ഒരു സ്പൂൺ തരൂ, തവി തരൂ. കഞ്ഞിക്ക് മോരും ഉണ്ട്. എന്തൊക്കെ ചേർക്കണമെന്ന് നമ്മൾ വിചാരിച്ചങ്ങ് ചേർത്താൽ മതി. കൂമ്പ് തോരൻ, വാഴക്കൂമ്പ് തോരൻ. കൂമ്പ് വാടിയിരിക്കുന്നവർ വാഴക്കൂമ്പ് തോരൻ കഴിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് തേങ്ങാ ചമ്മന്തി, അച്ചാറുണ്ട്. അത് പിന്നെ നമുക്ക് താല്പര്യമില്ല. പപ്പടമുണ്ട്. നല്ല ചെമ്പാവരി ചോറിൻ്റെ കഞ്ഞി, നല്ല മത്തി വറുത്തത്, കപ്പ വരും. മത്തി മടമടാന്ന് വറുത്തിരിക്കുന്നുണ്ട്. ജിഗണ്ടൻ മത്തി, ജിഗണ്ടൻ നിരിപരിയാണ്. കപ്പ വേണ്ട, കപ്പയുണ്ട്. ഇതെല്ലാം കൂടെ കഴിക്കണമെങ്കിൽ ഒരാഴ്ച സമയം എടുക്കും. നമുക്ക് ഇവിടെ നിന്ന് പോകാതെ ഇവിടെ ഇരിക്കാമെന്നോ അതോ പോകാമെന്നോ? എന്തായാലും നമുക്ക് നോക്കാം.
കഞ്ഞി കുടിക്കേണ്ട ഇങ്ങനെ തേങ്ങാ ചമ്മന്തി നല്ല ഒരു കാന്താരി അരച്ച് ചേർത്ത് തേങ്ങാ ചമ്മന്തി ചേർത്തുള്ള കഞ്ഞി കുടിക്കേണ്ട ഇങ്ങനെ ഇച്ചിരി മോര് ഒഴിക്കാം. അത് വേറെ സാധനം. കൊട്ടിയൂർ വന്നു ആ വനിതാ ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് കണ്ട നീണ്ടു നോക്കി ജംഗ്ഷനിൽ കിട്ടിയതാണ്. അപ്പോൾ കൊട്ടിയൂർ വരുന്നവർ നീണ്ടു നോക്കി ജംഗ്ഷനിൽ വരികയും ഇവിടെ നിന്ന് ഇത് കഞ്ഞി കുടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നാളെ കാണാം.